ഞാൻ ഈ പൊതുമരാമത്ത്, ടൂറിസം, ഭക്ഷ്യം വകുപ്പുകളുടെ ജനാഭ്യർത്ഥനകളെ അനുകൂലിക്കുകയാണ് സാർ. സർ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് തോൽവിയുണ്ടായി. കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടൊന്നുമല്ല LDF തോൽക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് മിക്കപ്പോഴും കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരാറുള്ളത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ ആര് വരണം എന്ന് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പേരും അതിനുതകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ മുന്നണിയോ തിരഞ്ഞെടുക്കുന്നത് അത്ര അതിശയോക്തിപരമൊന്നുമല്ല സാർ. പക്ഷേ നിങ്ങൾ ഇത്ര കണ്ട് മതിമറക്കേണ്ടുന്ന, അമിതാഹ്ലാദത്തിൽ പെട്ടുപോകേണ്ടുന്ന, അതിൻ്റെ ഭാഗമായി സമചിത്തത വെടിയേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണോ കേരളത്തിലുണ്ടായത് എന്നതുകൂടി നിങ്ങൾ കാണണം. ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ഒരു കാലത്തും ഞങ്ങൾ പാഴൂർ പടിപ്പര പോയിട്ടല്ല ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരാജയമായാലും വിജയമായാലും വിലയിരുത്തിയിട്ടുള്ളത്. ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടും സാർ, കൂടി ഞങ്ങൾ വിശദമായി അത് പരിശോധിക്കും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് ഈ ഇടതുപക്ഷത്ത് അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ മനസ്സിലാക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം വന്നാൽ അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് വിലയിരുത്താൻ ഇന്നും ഞങ്ങൾക്ക് ശേഷിയുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിക്കുക. ഒരുപാട് പരാജയം നിന്ന് കരകയറി ആർജവത്തോടെ, ഊർജത്തോടെ കേരളത്തിൽ LDF തിരിച്ചു വന്നിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. ഒരു ഘട്ടത്തിൽ LDF UDF എന്ന നിലയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം ചേരിതിരിഞ്ഞ് നിന്നുവെങ്കിൽ അവിടേക്ക് സംഘപരിവാർ ശക്തികൾ കടന്നു വരികയാണ്. അത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താ? ആ സംഘപരിവാറിൻ്റെ കടന്നുവരവ് മുഴുവൻ LDFൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് കണ്ടെത്തുകയില്ലേ? ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ? കണക്കുകൾ നിങ്ങൾ പരിശോധിക്കുക. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ നിയോജകമണ്ഡലങ്ങളിലാണ് BJPക്ക് മുൻതൂക്കം കിട്ടിയത്. ആ മുൻതൂക്കം കിട്ടിയ എല്ലാ നിയോജകമണ്ഡലത്തിലും 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞു പോയത് UDFനാണ്. ആ സത്യത്തിന് നേരെ നിങ്ങൾ കണ്ണടച്ചിട്ട് കാര്യമുണ്ടോ? നിയമസഭ വേറൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്, പറഞ്ഞല്ലോ. നിങ്ങളത് വിലയിരുത്തണ്ടേ? നിങ്ങൾ അങ്ങനെ കാണണ്ടേ? നിയമസഭയും പാർലമെൻറ്റും ഒരേ പാറ്റേണിലാണോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? അല്ലല്ലോ. സ്വാഭാവികമായും നിയമസഭയിൽ വരുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ ജനങ്ങൾക്ക് വരും LDFനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ വസ്തുതകൾ മറന്നു നിങ്ങൾ വിലയിരുത്തലിലേക്ക് പോയാൽ നിങ്ങൾക്കാണ് അപകടം സംഭവിക്കാൻ പോകുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. ഞാൻ കണക്കൊന്നും വായിക്കണ്ടല്ലോ. ഈ 11 നിയോജകമണ്ഡലത്തിൽ എങ്ങനെയാണ് കുറഞ്ഞതെന്നൊക്കെ, ആറ്റിങ്ങിൽ എന്തോ മഹാസംഭവം നടന്നു എന്നൊക്കെയാണ് ഒരു സന്ദർഭത്തിൽ ഇവിടെ ഒരംഗം പ്രസംഗിച്ചത്. ആറ്റിങ്ങൽ LDFന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 2331 വോട്ട് കുറഞ്ഞുപോയി. ഞങ്ങൾ പരിശോധിക്കും, അത് തിരുത്തി അത് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകും. പക്ഷേ നിങ്ങൾക്കവിടെ 8039 വോട്ട്, നിങ്ങൾ നന്നായി വിജയിച്ച 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് പോയത് BJPയിലേക്കാണ് എന്ന വസ്തുതയ്ക്കു നേരെ കണ്ടടയ്ക്കരുത്. അതുമാത്രമേ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഇവിടെ പറഞ്ഞ് ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾ പോകുന്നത്? മുസ്ലിം ലീഗിന് ഇതെന്തു പറ്റി? കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞങ്ങളെ താരതമ്യം ചെയ്തത് ഒരു മൃഗത്തോടാണ്. അദ്ദേഹം പിൻവലിച്ചു ബഹളമൊക്കെ ഉണ്ടായപ്പോൾ. ഇന്നിപ്പോൾ ഇത് മറ്റൊരു മൃഗത്തോട്, അതും ബഹുമാന്യ എന്നെ നെല്ലിക്കുന്നിനെ പോലുള്ള അമാന്യമായ ഭാഷ അങ്ങനെ കണ്ട് ഉപയോഗിക്കാത്ത ഒരാൾ പറയുകയാണ്. അത് കഴിഞ്ഞ് മഞ്ചേശ്വരം MLAയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരു പ്രസംഗമല്ലേ ഇവിടെ നടത്തിയത്?
അതെ, പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണോ അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാതെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ മുഴുവൻ, അത് മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം കൂടി ഒന്നിച്ചു പിടിച്ചാലും നിങ്ങൾക്ക് പുറത്തു ചിന്തിക്കുന്ന ഒട്ടേറെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ ഈ കേരളത്തിലുണ്ട്, മതേതര വിശ്വാസികൾ. അതുകൊണ്ട് അതിലൊന്നും വലിയ ആഹ്ലാദമൊന്നും പ്രകടിപ്പിക്കേണ്ട. ഈ തരത്തിലുള്ള വർഗീയ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. മഞ്ചേശ്വരം മെമ്പറുടെ പ്രസംഗം മതേതര കേരളത്തിന് ഗുണകരമാണോ എന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. പക്ഷെ അങ്ങനെയൊന്നും കയറൂരി വിടുന്ന ഒരു സമീപനം സ്വീകരിക്കരുത് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഡിമാൻഡിലേക്ക് വന്നാൽ, സർ, ഇവിടെ പൊതുമരാമത്ത് രംഗത്ത് ഇത്രയധികം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയൊരു കാലമുണ്ട്. പറഞ്ഞ് കിഫ്ബിയുടെ ഇനി വേണ്ട, എന്നെ നിൽക്കുന്നതിൻ്റെ ഒരു അഭിപ്രായമാണ്, കിഫ്ബി ഇനി വേണ്ട. പക്ഷെ കിഫ്ബിയിലൂടെ നമ്മുടെ ദേശീയപാത, മലയോര പാത, തീരദേശപാത, അതിനെല്ലാം നടത്തിയിട്ടുള്ള മുടക്കുമുതൽ എത്ര വലുതാണ് എന്ന് നിങ്ങൾ കാണണ്ടേ? നാട്ടിൽ വരുന്ന സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, അതെല്ലാം കാണണ്ടേ? ഒരു ലക്ഷ്യമിട്ടാണ് കിഫ്ബി പുനരുദ്ധരിച്ചത്. ആ ലക്ഷ്യം തീരുന്നവരെ കിഫ്ബിയുടെ ഉണ്ടാകും. പ്രതിസന്ധികളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. വികസന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തണം. പൊതുമരാമത്ത് രംഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ മറുപടിയിലും അത് കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് ആ തരത്തിലേക്കൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമിക്കുന്ന നിങ്ങളുടെ ഒരു രീതി, അതും അഭിലഷണീയമാണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരംഗം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹം എന്താ പ്രത്യേക പ്രിവിലേജുള്ള മന്ത്രിയാണ്, എന്തോ ഇങ്ങനെ മാനത്തുനിന്ന് കെട്ടിയിറക്കിയ മന്ത്രിയാണ്. ഇതൊക്കെ എത്ര കാലമായി നിങ്ങൾ പറഞ്ഞു നടക്കുന്നു? ലക്ഷ്യമിടുന്നത് എവിടേക്കാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതാണോ മുഹമ്മദ് റിയാസിൻ്റെ ചരിത്രം? നിങ്ങളത് പരിശോധിക്കുക. ഹൈസ്കൂൾ കാലത്ത് SFIയുടെ ഭാരവാഹിയായി സജീവ പ്രവർത്തന യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നയാളാ. പ്രീ ഡിഗ്രി കാലത്ത് ജനാധിപത്യ വേദികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. CPMന്റെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന ആളാണ്. DYFയുടെ യൂണിറ്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം വരെ വഹിച്ചിട്ടുള്ള ആളാണ്. ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി സമരപ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. 100ഓളം ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2009 അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് ഇടതുപക്ഷം കോഴിക്കോട് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത്. ഇതൊക്കെ നിങ്ങൾ കാണുന്ന ചരിത്രമല്ലേ? കേവലം 880 താഴെ വരുന്ന വോട്ടിന്റെ വ്യത്യാസത്തിലല്ലേ അന്ന് നിങ്ങളുടെ MK രാഘവൻ കോഴിക്കോട് നിന്ന് ജയിച്ചത്? അങ്ങനെ പ്രവർത്തന പരിചയമുള്ള ഒരാളെ, പാരമ്പര്യം ഒരാളെ അർഹതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനവും നിയോഗിക്കുന്നത് ഈ പാർട്ടി. നിങ്ങൾ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച് ആ തരത്തിൽ ഒരു വ്യക്തിയെ അവമാനിക്കാമോ? നിങ്ങൾ നോക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും? പാരമ്പര്യത്തിൻ്റെ പേരിൽ മാത്രം വളർന്നു വന്ന, പിതാവിൻ്റെ അഡ്രസ്സിൽ മാത്രം വളർന്നു വന്ന എത്ര പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഇതെല്ലാം ഒരു മര്യാദ കെട്ട രാഷ്ട്രീയ പ്രചരണമാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ടൂറിസം മേഖലയിൽ പറയുന്നത് എന്തോ അവാർഡെല്ലാം പിടിച്ചു വാങ്ങിയെന്നാണ്. ഒരു അവാർഡ് പിടിച്ചു വാങ്ങിയതല്ല, അവാർഡുകൾ കിട്ടിയതാണ്. എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്? 2023 ജനുവരിയിൽ ന്യൂയോർക്ക് ടൈംസ് ആണ്. അവിടെ പോയി പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? തെരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ടെന്ന 52 ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളവും പെടും. ഈ കാലത്തുണ്ടായ വളർച്ചയാണ്. കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാരവൻ ടൂറിസം പദ്ധതിയായ കാരവൻ കേരളയ്ക്ക് ഇന്ത്യ ടുഡേ പുരസ്കാരം പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ഷോയായ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ ജലസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് 2022 അന്താരാഷ്ട്ര പുരസ്കാരം ഉത്തരവാദ ടൂറിസം മിഷന്റെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് ലഭ്യമായി. നിങ്ങളെല്ലാവരും കൂടി കണ്ണടച്ചാൽ കേരളം ഇരുട്ടിലാകുമെന്ന് കാണരുത്. ഇതെല്ലാം നടക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി, കുറച്ച് റോഡുകൾ മോശമായി, ഇന്നിപ്പോൾ ഡിമാൻഡ് ചർച്ച ചെയ്യാറുണ്ട് കുറേ പത്രങ്ങൾ.
നിങ്ങൾക്ക് ഇന്ധനം പകരുന്നതിന് വേണ്ടി വാർത്തയുമായി രംഗത്ത് വന്നു. അത് നിങ്ങൾ നിയമസഭയിൽ ആവർത്തിക്കുകയാണ്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ആ വർക്കുകൾ പൂർത്തിയാകുമ്പോൾ ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറും. അത് നടന്നുകൊണ്ടിരിക്കുക, ദ്രുതഗതിയിൽ പുരോഗമിക്കുക. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സജീവമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർക്കുകൾ പുരോഗമിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ കാണണ്ടേ? നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യ വകുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഈ നെൽകൃഷിക്കാർക്ക് കുറച്ച് കുടിശ്ശികയെല്ലാം വന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ IB സതീഷോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഒരു വസ്തുത സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നെല്ല് സംഭരിച്ച വകയിൽ 2017-18 മുതൽ സമർപ്പിച്ചിട്ടുള്ള ക്ലെയിമുകളിൽ 1079.5 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിട്ടുണ്ട്. അതും കൂടി പറയണം, നമ്മൾ കാണണം. ഇവിടെ BJPക്ക് വളർച്ചയുണ്ടാകാൻ പ്രേരകമായ കുറേ കാര്യങ്ങൾ നിങ്ങളും ചെയ്തിട്ടുണ്ട്. കേന്ദ്രം കാശ് തടഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ സമരം രൂപപ്പെടും. ആ സമരം രൂപപ്പെടുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ? കേന്ദ്രത്തിൻ്റെ കൂടെ. കേന്ദ്രം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമസഭയെ അവഹേളിക്കാൻ പരിശ്രമിക്കും. നിങ്ങൾ ആരുടെ കൂടെ? ഗവർണറുടെ കൂടെ. BJPക്ക് കേരളത്തിൽ ഒരു സാങ്ക്ടിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ പരിസരം ഒരുക്കുന്നതിൽ നിങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണണം. ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ജയിച്ചു കയറാൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയ ബഹുജന പ്രക്ഷോഭം പരിസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പോലെ ഇവിടെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് BJP ആണ്. ഈ നയങ്ങളെല്ലാം തിരുത്തി, ഈ നിലപാടുകൾ മാറ്റി, സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയിലേക്ക്, വിവേകത്തിലേക്ക് നിങ്ങൾ വളർന്നു വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അപകടമുണ്ടാകാൻ പോകുന്നത് എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏതെല്ലാം നിലപാടുകളെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഇവിടെ 2 രൂപ പെട്രോളിന് സെസ് കൂടിയപ്പോൾ നിങ്ങൾക്ക് എന്തു വേവലാതിയായിരുന്നു. ഇപ്പം കർണാടകത്തിൽ 3 രൂപ പെട്രോളിനും 3.5 രൂപ ഡീസലിനും കൂട്ടിയില്ലേ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഞാൻ പഠിക്കട്ടെ എന്നാണ്. പഠിച്ചു തീർന്നോന്ന് അറിയില്ല. അപലപിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും.